നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കി 2020. NDA സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന പാർട്ടി തൃക്കാക്കരയും കൊടുങ്ങല്ലൂരും ഉൾപ്പെടെ 8 പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെ പ്രഖ്യാപിച്ചത്. 2020യുടെ മുഴുവൻ സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായതായും ബാക്കി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും 2020 സംസ്ഥാന പ്രസിഡന്റ് സാബു എം ജേക്കബ് അറിയിച്ചു. ചാലക്കുടി, കൊടുങ്ങല്ലൂർ, പിറവം, റാന്നി എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി 2020 ഇന്ന് പ്രഖ്യാപിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരുമകനായിരുന്ന ഡോക്ടർ വർഗീസ് ജോർജാണ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി. ഹൈക്കോടതി അഭിഭാഷകനും സീറോ മലബാർ സഭയുടെ PRO സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ചാർലി പോളാണ് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി. പിറവത്ത് ജിബി അബ്രഹാമും റാന്നിയിൽ തോമസ് കെ സാമുവലും 2020 സ്ഥാനാർത്ഥികളായി ജനവിധി തേടും. എറണാകുളം തൃക്കാക്കരയിൽ അഖിൽ മാരാർ, കോഴിക്കോട് തിരുവമ്പാടിയിൽ സണ്ണി തോമസ്, കാസർഗോഡ് തൃക്കരിപ്പൂരിൽ രവി കുളങ്ങര എന്നിവർ 2020 സ്ഥാനാർത്ഥികളായി മത്സരിക്കും. സംവരണ മണ്ഡലമായ കുന്നത്തുനാട്ടിൽ മുൻ കോൺഗ്രസ് നേതാവും അടൂർ മുനിസിപ്പാലിറ്റി മുൻ ചെയർമാനുമായ ബാബു ദിവാകരനാണ് മത്സരിക്കുന്നത്. 2020യുടെ മുഴുവൻ സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായതായും ബാക്കി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും 2020 സംസ്ഥാന പ്രസിഡന്റ് സാബു എം ജേക്കബ് അറിയിച്ചു. ജനം, കൊച്ചി.